24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ 24നോട് പ്രതികരിച്ചിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോവുകയാണ് ചെയ്യുന്നതെന്നും മുനവറലി ശിഹാബ് തങ്ങൾ 24നോട് നമ്മൾ അവരൊരു ശത്രുപക്ഷത്തും നിൽക്കുന്നില്ല. അവർ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നു. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക റിപ്പബ്ലിക് വക്താക്കളാണ്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എന്ത് പറഞ്ഞെന്ന് അറിയില്ലെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 24നോട് പ്രതികരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ എപ്പോഴും സ്വരാഷ്ട്രവാദക്കാരാണ്. അവരുടെ നേതാവ് പറഞ്ഞതും അവർ എഴുതി വെച്ചതും അവരിതുവരെ തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് അവർ ആ വാദത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണം എന്ന വാദത്തിൽ നിന്നും പിന്മാറിയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ തങ്ങളെന്താ പറഞ്ഞത്, അവർ കൂടിയിട്ടുണ്ടോ ഇല്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാരെന്ത് ചെയ്യുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് നോക്കേണ്ടതുമില്ല. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഈ സമസ്ത AP വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞതിൽ അത്ഭുതമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തിയിരുന്ന മുസ്ലിം ലീഗിൽ ഒരു മനമാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നത്? കാരണം KM ഷാജി ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഉള്ളവരുമായി കൂട്ടുകൂടാൻ ലീഗിന് കഴിയില്ല എന്നൊരു നിലപാട് പരസ്യമായി സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല UDF-ന് ഈ കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയ ബന്ധവും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസമാണ് നമ്മളോട് പ്രതികരിച്ചത്. പിന്നെ എന്താണ് മുനവറലി തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്? ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ലീഗിനകത്തുള്ള ഭിന്നതയും അവ്യക്തതയുമാണോ പുറത്തു വരുന്നത്? ഗോപികൃഷ്ണൻ, സത്യം മുനവറലി തുറന്നു പറഞ്ഞു, മുനവറലി തങ്ങൾ തുറന്നു പറഞ്ഞു എന്നതാണ് വസ്തുത. കാരണം ഇത് സംഘടനയ്ക്കകത്ത് അവർ പറയുന്നതാണ്. ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ നിർത്തണമെന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടെ നിർത്തിയിരുന്നു. സീറ്റ് വിഭജനത്തിൽ വരെ അവർക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു. എന്നാൽ ആദ്യമായി ഒരു മുസ്ലിം ലീഗ് നേതാവ്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, പാണക്കാട് കുടുംബത്തിലെ അംഗം മുനവറലി തങ്ങൾ പറയുകയാണ്, ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, അദ്ദേഹം ഉപയോഗിച്ച പദം ഒരു മുന്നണി രീതിയിൽ വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല. മാത്രവുമല്ല, മുസ്ലിങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം, അവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നു പറയുമ്പോൾ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ലീഗിനൊപ്പമുണ്ട്, UDF-നൊപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ കൗശലമുള്ള പല നേതാക്കളും ഈ കാര്യം തെളിച്ചു പറയാറില്ല. പക്ഷേ മുനവറലി തങ്ങൾ അത് കൃത്യമായി തെളിച്ചു പറഞ്ഞു. കാരണം UDF-നൊപ്പം ഒരു മുന്നണി എന്ന രീതിയിൽ അവരെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്ന് പറയുമ്പോൾ, അവരെ ചേർത്ത് പിടിച്ചു പോകും എന്ന് പറയുമ്പോൾ കൃത്യമായി അവർ മുന്നണിയിലുണ്ട്, ലീഗിനൊപ്പം ഉണ്ട് എന്ന രാഷ്ട്രീയം തന്നെയാണ് കൃത്യമായി മുനവറലി തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാദ്യമായാണ് ലീഗിൻ്റെ ഒരു നേതാവ് ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല, ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്നതും. ഗോപികൃഷ്ണൻ, ഈ ദീപക്, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ലീഗിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയെ എവിടെ നിർത്തണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല എന്നാണല്ലോ. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പക്ഷത്തിനും KM ഷാജി പക്ഷത്തിനും ഒക്കെ ഒരുപക്ഷെ ഈ കാര്യങ്ങളിൽ വിരുദ്ധാഭിപ്രായം ഉണ്ടാകും. സാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ കാര്യത്തിൽ വ്യക്തതയോടുകൂടി ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ജമാഅത്തെ ബന്ധം സംബന്ധിച്ച് ലീഗിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്? കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഇക്കാര്യത്തിൽ KPCC പ്രസിഡന്റ് ഗോപികൃഷ്ണന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുമായി ഏതെങ്കിലും രീതിയിലുള്ള ബാന്ധവമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയും യൂത്ത് ലീഗ് പ്രസിഡന്റുമായ പാണക്കാട് മുനവറലി തങ്ങൾ വളരെ കൃത്യമായി പറയുകയാണ്, അവരെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ല, അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത്. അതിനർത്ഥം ലീഗിനകത്ത് പരസ്യമായി പുറത്തു പറയുന്നില്ലെങ്കിലും അകത്ത് ധാരണയുണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്നാൽ പുറത്തു പറയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് സമസ്ത AP വിഭാഗം മാത്രമല്ല, EK വിഭാഗവും ജമാഅത്ത് ഇസ്ലാമിക്കെതിരാണ്. ജഫ്രി തങ്ങൾ പരസ്യ നിലപാടെടുത്തിട്ടുണ്ട്, ഉമ്മർ ഫൈസി മുഖം പരസ്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കാന്തപുരം, ഞാൻ മുനവറലി തങ്ങളുടെ ഈ
ഈ കൊച്ചു അഭിമുഖ സംഭാഷണത്തിന് ശേഷം കാന്തപുരത്തെ കണ്ടു. കാന്തപുരം 24-നോട് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായി ലീഗ് എന്ന് പറഞ്ഞു, രാഷ്ട്രീയക്കാർ എന്ത് പറയുന്നു എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്നുള്ളതാണ്. മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കാണ് ആവശ്യപ്പെടുന്നത് എന്ന് കാന്തപുരം ആവർത്തിച്ച് പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിനിടയിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ സ്വരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കാത്തത്. പക്ഷേ എന്നാൽ മുനവർ അലി തങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി പറയുകയാണ് ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ല. അതൊരു പക്ഷേ അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനാ ശേഷിയെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഒരു വെൽഫെയർ പാർട്ടി എന്നുള്ള നിലയിൽ മുന്നണിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നതിനെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം മുസ്ലിങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകണമെന്ന് പൊതുസാമാന്യവൽക്കരണം നടത്തിക്കൊണ്ട് പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ല എന്നുള്ളത്. ഇത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു നിലപാട് പറച്ചിലാണ് ഇന്ന് 24-നോട് ഈ മുനവർ അലി തങ്ങൾ നടത്തിയിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് കോഴിക്കോട്ട് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.